types of banks in India, നമ്മൾ ഏറ്റവും സ്പെസിഫിക്കലി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പബ്ലിക് സെക്ടർ ബാങ്ക്സ്, പ്രൈവറ്റ് സെക്ടർ ബാങ്ക്, ഷെഡ്യൂൾഡ് ബാങ്ക്, ഫോറിൻ ബാങ്ക്സ് ആൻഡ് ന്യൂ ജനറേഷൻ ബാങ്ക്സ്. ഇത്രയും കാര്യങ്ങളായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ആദ്യത്തെ ബാങ്കിലേക്ക് പോകാം. അതാണ് പബ്ലിക് സെക്ടർ ബാങ്ക്, PSBs. പബ്ലിക് സെക്ടർ ബാങ്ക് എന്താണെന്ന് ചോദിച്ചാൽ ദേ ആർ ദോസ് ഇൻ വിച്ച് ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഹോൾഡ്സ് മോർ ദാൻ 50% സ്റ്റേക്ക്. ഏതൊരു ബാങ്കിലാണോ ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് 50% കൂടുതൽ ഷെയർ ഉള്ളത്, ആ ബാങ്കുകളെ വിളിക്കുന്ന പേരാണ് പബ്ലിക് സെക്ടർ ബാങ്കുകൾ. ക്ലിയർ ആണോ? യെസ്. ഹോൾഡ്സ് മോർ ദാൻ 50% സ്റ്റേക്ക്. These banks are owned and operated by central government or a state government or both. ഒന്നെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് ആയിരിക്കും 50% കൂടുതൽ ഷെയർ ഉണ്ടാവുക. 50% അല്ല കേട്ടോ, 50% കൂടുതൽ, അതായത് മിനിമം 51%. അതാണ് ഉദ്ദേശിക്കുന്നത്. 50% ഈക്വൽ ആവും. 50% അല്ല, 50% കൂടുതൽ. അത് ഒന്നുകിൽ സെൻട്രൽ ഗവൺമെന്റ് ഒറ്റയ്ക്ക് ഹോൾഡ് ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് ഒറ്റയ്ക്ക് ഹോൾഡ് ചെയ്യാം, അല്ലെങ്കിൽ സെൻട്രലും സ്റ്റേറ്റും കൂടെയും ഹോൾഡ് ചെയ്യാം, ഒരുമിച്ചും ഹോൾഡ് ചെയ്യാം. എങ്ങനെയാണെങ്കിലും ഒരു ബാങ്കിൽ മോർ ദാൻ 50% സ്റ്റേക്ക് ഗവൺമെന്റിന് ഉണ്ടെങ്കിൽ യു ക്യാൻ കോൾ ഇറ്റ് എ പബ്ലിക് സെക്ടർ ബാങ്ക്, PSB എന്ന് നിങ്ങൾക്ക് അതിനെ വിളിക്കാനായി സാധിക്കും. ഇതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ ഫീച്ചർ മെജോറിറ്റി ഓണർഷിപ്പ് വിത്ത് ദ ഗവൺമെന്റ്. ഗവൺമെന്റിനായിരിക്കും മെജോറിറ്റി ഓണർഷിപ്പ്. ദാറ്റ് മീൻസ് 51% മിനിമം ഗവൺമെന്റിന്റെ കയ്യിലായിരിക്കും. ഗവൺമെന്റ് ഉദ്ദേശിക്കും ഒന്നുകിൽ സെൻട്രൽ അല്ലെങ്കിൽ സ്റ്റേറ്റ്, അല്ലെങ്കിൽ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ടുഗെദർ. ഓക്കെ ആണോ? രണ്ടാമത്തത് focus on financial inclusion and public welfare. ഗവൺമെന്റ് ഓൺഡ് ആൻഡ് ഓപ്പറേറ്റഡ് എന്ന് പറയുമ്പോൾ തന്നെ പ്രോഫിറ്റ് മോട്ടീവ് ആയിരിക്കത്തില്ല, വെൽഫെയർ മോട്ടീവ് ആയിരിക്കും ആ ബാങ്കിന് ഉണ്ടാവുക, അല്ലെ? സാധാരണ ഒരു ബിസിനസ്സുകാരൻ പ്രോഫിറ്റ് മോട്ടീവിലാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ ഗവൺമെന്റ് എന്ന് പറയുന്നത് ഇലക്ടഡ് റെപ്രസെന്റേറ്റീവ് ആണ്. ആരുടെ? ജനങ്ങളുടെ. സോ ദേ വിൽ പെർഫോം ഫോർ ദ വെൽഫെയർ ഓഫ് ദ പബ്ലിക്. പബ്ലിക്കിന്റെ വെൽഫെയറിനായിരിക്കും. അപ്പൊ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ടായിരിക്കും ഇവർ പ്രവർത്തിക്കുക. ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? മറ്റു വിഭാഗങ്ങളെയും അല്ലെങ്കിൽ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസിനെയും കൂടെ ഈ ഒരു ബാങ്കിങ്ങിന്റെ എല്ലാവിധ ബെനിഫിറ്റ്സും കിട്ടുന്ന രീതിയിലേക്ക് കൊണ്ടുവരിക, അവരെയും കൂടെ ഇൻക്ലൂഡ് ചെയ്യുക, അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുക. അതിനാണ് ഈ ഒരു PSB ഫോക്കസ് ചെയ്യുന്നത്. മൂന്നാമത്തെ പോയിന്റ്, ലാർജ് ബ്രാഞ്ച് നെറ്റ്വർക്ക് അക്രോസ് റൂറൽ ആൻഡ് അർബൻ ഇന്ത്യ. ഇവർക്ക് റൂറൽ ഇന്ത്യയിലും അതുപോലെ തന്നെ അർബൻ ഇന്ത്യയിലും നല്ല രീതിയിലുള്ള നെറ്റ്വർക്ക് ഉണ്ടായിരിക്കും. കാരണം റൂറൽ ഇന്ത്യയിൽ മറ്റ് ലാഭം മാത്രം നോക്കി പ്രവർത്തിക്കുന്ന ബാങ്കുകൾ അധികം ബ്രാഞ്ചുകൾ കൊണ്ടുവരത്തില്ല. പക്ഷേ ഈ PSBസോ അവർക്ക് വെൽഫെയർ മോട്ടീവ് ആണുള്ളത്. സോ റൂറൽ ആൻഡ് അർബൻ ഇന്ത്യയിൽ അവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ നെറ്റ്വർക്ക് ഉണ്ടാവുക. അവർ എന്തിനു വേണ്ടി ശ്രമിക്കുന്നു? ഫിനാൻഷ്യൽ ഇൻക്ലൂഷന് വേണ്ടി ശ്രമിക്കുന്നത് കൊണ്ട്. നാലാമത്തെ പോയിന്റ്, സബ്ജക്ട് ടു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓഫ് RBI ആൻഡ് മിനിസ്ട്രി ഓഫ് ഫിനാൻസ്. സോ ഇവരെ ഗവേൺ ചെയ്യുന്നത് ആരാണ്? RBI, അതുപോലെ മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ആണ്. അവർ പുറപ്പെടുവിക്കുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആര് ഫോളോ ചെയ്യണം? പബ്ലിക് സെക്ടർ ബാങ്കുകൾ ഫോളോ ചെയ്യണം. ഓക്കെ ആണോ? ഇതാണ് PSBകൾ എന്ന് പറഞ്ഞ പബ്ലിക് സെക്ടർ ബാങ്ക്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾസിലേക്ക് വരുമ്പം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, SBI, അതാണ് ലാർജസ്റ്റ് PSB ഇൻ ഇന്ത്യ. പിന്നുള്ളത് പഞ്ചാബ് നാഷണൽ ബാങ്ക്, കാനറ ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ മുതലായവ എന്തിന്റെ എക്സാമ്പിൾ ആണ്? PSBയുടെ എക്സാമ്പിൾ. ക്ലിയർ അല്ലേ? ഈ ഇടയ്ക്ക് PSBകളെ മെർജ് ചെയ്തിട്ടുണ്ട്. ഇൻ റീസെന്റ് ഇയേഴ്സ് ദ ഗവൺമെന്റ് ഹാസ് മെർജ് മെനി സ്മോളർ PSB ഫോർ എഫിഷ്യൻസി. സ്മോൾ PSBകളെ മെർജ് ചെയ്ത് ഒന്നിപ്പിച്ചിട്ടുണ്ട്. എക്സാമ്പിൾ പറയാം, ഓറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സ് ആൻഡ് യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യ മെർജ്ഡ് വിത്ത് PNB, പഞ്ചാബ് നാഷണൽ ബാങ്ക്, ഇൻ 2020. പഞ്ചാബ് നാഷണൽ ബാങ്കുമായിട്ട് മെർജ് ചെയ്തു. അതായത് ഓറിയന്റൽ ബാങ്കും യുണൈറ്റഡ് ബാങ്കും ഇനിയും ഇല്ല, അത് പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ പാർട്ടായി, ബാങ്കിന്റെ പാർട്ടായി. ഓക്കെ ആണോ? സോ ആ മെർജേഴ്സ് നടത്താറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? എഫിഷ്യൻസിക്ക് വേണ്ടിയിട്ടാണ് നടത്തുന്നത്. ഓക്കെ അല്ലേ? ഇനിയും ഇന്ത്യൻ എക്കോണമിയിൽ ഈ PSBകൾ വഹിക്കുന്ന റോള്, ഒന്നാമത്തെന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഇൻക്ലൂഷന് ഹെൽപ്പ് ചെയ്യുന്നു. വൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളെ, അവരെയും ഈ ഒരു ബാങ്കിങ്ങിന്റെ ആ ഒരു ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. അതുപോലെ പ്രൊവൈഡ് ക്രെഡിറ്റ് ടു അഗ്രികൾച്ചർ, അഗ്രികൾച്ചറിന് വേണ്ടുന്ന ലോൺസും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ മീഡിയം സ്മോൾ ആൻഡ് എന്റർപ്രൈസസിന്, MSMEസിന് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യുന്നു.
അതുപോലെ തന്നെ പ്രയോറിറ്റി സെക്ടേഴ്സിനും വേണ്ടുന്നതായിട്ടുള്ള സഹായങ്ങൾ ചെയ്യുന്നു. ഗവൺമെന്റ് തീരുമാനിക്കും വിച്ച് സെക്ടർ ഷുഡ് ബി ഗിവൺ പ്രയോറിറ്റി. ഇൻഡസ്ട്രിക്കാണോ അല്ലെങ്കിൽ നമ്മൾ അഗ്രികൾച്ചർ സെക്ടറിനാണോ, അങ്ങനെ പ്രയോറിറ്റി കൊടുക്കുന്ന സെക്ടേഴ്സിനുള്ള ഫിനാൻഷ്യൽ ഹെൽപ്പും ആര് പ്രൊവൈഡ് ചെയ്യും? എന്താ പറയുക, PSBകൾ പ്രൊവൈഡ് ചെയ്യും. അതുപോലെ ഗവൺമെന്റിന്റെ സ്കീമുകൾ PSBകളിലൂടെ ആയിരിക്കും ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ജൻധൻ യോജന, PM കിസാൻ യോജന മുതലായ കാര്യങ്ങളൊക്കെ PSBകളിലൂടെ ആയിരിക്കും ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഇവ ഫിനാൻഷ്യൽ ഇൻഫ്രാസ്ട്രക്ചറിന്റെ ബാക്ക് ബോൺ എന്നറിയപ്പെടുന്നു. ഇന്ത്യയുടെ സാമ്പത്തിക ഇൻഫ്രാസ്ട്രക്ചറിന്റെ ബാക്ക് ബോൺ എന്നറിയപ്പെടുന്നു ആര്? PSBകൾ. ഓക്കെ ആണോ? ഇതാണ് പ്രധാനമായിട്ടും പബ്ലിക് സെക്ടർ ബാങ്കുകളെ പറ്റി പറയാനുള്ളത്. ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്, 51% ഗവൺമെന്റിന്, അത് ഏതെങ്കിലും ഒരു ഗവൺമെന്റ്, സെൻട്രൽ, സ്റ്റേറ്റ് അല്ലെങ്കിൽ ബോത്ത്, അവയ്ക്ക് ഏതെങ്കിലും ഒരു ബാങ്കിൽ ഷെയർ ഉണ്ടെങ്കിൽ, മിനിമം 51%, ദാറ്റ് മീൻസ് മോർ ദാൻ 50% ഉണ്ടെങ്കിൽ they can be called as public sector banks. ക്ലിയർ അല്ലേ? സോ അതാണ് പബ്ലിക് സെക്ടർ ബാങ്ക് എന്ന് പറയുന്നത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു ബാങ്കാണ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക്. ബൈ ഡെഫിനിഷൻ പ്രൈവറ്റ് സെക്ടർ ബാങ്ക് എന്ന് പറയുന്നത് പ്രൈവറ്റ് ആണ്. അതായത് അവിടെ മെജോറിറ്റി സ്റ്റേക്കും പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിന്റെയും കോർപ്പറേറ്റുകളുടെയും പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെയും കയ്യിലായിരിക്കും. മെജോറിറ്റി എന്ന് പറയുമ്പോൾ 51% മിനിമം ഷെയർസ് ആരുടെ കയ്യിലായിരിക്കും? പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിന്റെയോ കോർപ്പറേറ്റുകളുടെയോ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെയോ കയ്യിലായിരിക്കും. ഗവൺമെന്റിന് വളരെ കുറച്ച് ഷെയറേ ഉള്ളൂ. ഈ 51 എന്ന് പറയുന്നത് എന്താ? ഒരു ഡിസിഷൻ എടുക്കുമ്പം എപ്പോഴും മെജോറിറ്റിയുടെ ഡിസിഷൻ ആണ് ഇംപ്ലിമെന്റഡ് ആകുന്നത്. സോ 51% പ്രൈവറ്റ് പാർട്ടി ഹോൾഡ് ചെയ്യുമ്പം അവരുടെ ഇൻട്രസ്റ്റ് ആയിരിക്കും ആ ബാങ്കിലൂടെ മുന്നോട്ടേക്ക് വെക്കുന്നത്. ഗവൺമെന്റിനാണ് 51% ഉണ്ടെങ്കിൽ ഗവൺമെന്റിന്റെ ഇൻട്രസ്റ്റ് ആയിരിക്കും മുന്നോട്ടേക്ക് വരുന്നത്. ഗവൺമെന്റിന്റെ ഇൻട്രസ്റ്റ് വെൽഫെയർ ആകുമ്പോൾ പ്രൈവറ്റിന്റെ ഇൻട്രസ്റ്റ് പ്രോഫിറ്റ് ആണ്. ക്ലിയർ ആണോ? സോ അതാണ് ഈ ഒരു മിനിമം എന്താ പറയുക, മെജോറിറ്റി സ്റ്റേക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണോ? സോ അതാണ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക്. അവിടെ മെജോറിറ്റി സ്റ്റേക്കും ഹോൾഡ് ചെയ്യുന്ന ഇൻഡിവിജ്വൽസും കോർപ്പറേറ്റ്സും ഇൻസ്റ്റിറ്റ്യൂഷൻസും ആയിരിക്കും. ഇനി അവയുടെ ടൈപ്പുകൾ ചോദിച്ചു കഴിഞ്ഞാൽ ഓൾഡ് ജനറേഷൻ പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളും ന്യൂ ജനറേഷൻ പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളും. ഇതാണ് പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളുടെ രണ്ട് ടൈപ്പ്. ഓൾഡ് ജനറേഷൻ പ്രൈവറ്റ് സെക്ടർ ബാങ്കുകൾ എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളാണ് 1991 മുന്നേ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള പ്രൈവറ്റ് സെക്ടർ ബാങ്കുകൾ. അതായത് ലിബറലൈസേഷൻ ഇറയ്ക്ക് മുന്നേയുള്ള പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളെ ഓൾഡ് ജനറേഷൻ എന്ന് വിളിക്കാം. ലിബറലൈസേഷൻ ഇംപ്ലിമെന്റ് ചെയ്തതിന് ശേഷമുള്ളതിനെ ന്യൂ ജനറേഷൻ പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ് എന്ന് വിളിക്കാം. ഓക്കെ ആണോ? സോ രണ്ട് ടൈപ്പ് ഓഫ് പ്രൈവറ്റ് സെക്ടർ, ഓൾഡ് ആൻഡ് ന്യൂ ജനറേഷൻ. ക്ലിയർ അല്ലേ? ഇവയുടെ ഫീച്ചേഴ്സ് നോക്കുമ്പം പ്രൊഫഷണൽ മാനേജ്മെന്റ് ആയിരിക്കും. പ്രോഫിറ്റ് മോട്ടീവ് ആണ്. പ്രോഫിറ്റ് ഏൺ ചെയ്യണമെങ്കിൽ എന്താ പറയുന്നത്, പെർഫോമൻസ് ഷുഡ് ബി എഫിഷ്യന്റ് ആൻഡ് എഫക്റ്റീവ് അല്ലെ? സോ പ്രൊഫഷണൽ മാനേജ്മെന്റ് ആയിരിക്കും. യൂസ് ഓഫ് അഡ്വാൻസ് ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻ. അഡ്വാൻസ് ടെക്നോളജിയും ഇന്നോവേഷനും അവർ ഉപയോഗിക്കും. ക്ലിയർ ആണോ? ഡിജിറ്റൽ ബാങ്കിങ് മുതലായിട്ടുള്ള നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ബാങ്കിങ് അവർ പ്രൊമോട്ട് ചെയ്യും. കാരണം അവർക്ക് കോമ്പീറ്റ് ചെയ്യണം, അവർക്ക് മറ്റുള്ളവരെക്കാൾ പ്രോഫിറ്റ് ഏൺ ചെയ്യണം. അതുപോലെ അവരുടെ അപ്രോച്ച് ഒരു കസ്റ്റമർ സെൻട്രിക് അപ്രോച്ച് ആയിരിക്കും. കസ്റ്റമർ ഈസ് ദ കിങ് എന്നുള്ള ആ ഒരു മോട്ടോ അതായിരിക്കും അവരെ മുന്നോട്ടേക്ക് വെക്കുന്നത്. മാക്സിമം കസ്റ്റമറിനെ സാറ്റിസ്ഫൈ ചെയ്ത് അവരെ കൂടെ നിർത്താനുള്ള ശ്രമമായിരിക്കും. അല്ലാതെ റൂഡ് ബിഹേവിയറും നിങ്ങൾ വേണമെങ്കിൽ വന്നാൽ മതി എന്നുള്ള ബിഹേവിയറും പ്രൈവറ്റ് സെക്ടറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകത്തില്ല. ക്ലിയർ ആണോ? അവിടെ കസ്റ്റമർ സെൻട്രിക് അപ്രോച്ച് ആയിരിക്കും നമുക്ക് കാണാനായി സാധിക്കും. പിന്നെ ഫാസ്റ്റർ ഡിസിഷൻ മേക്കിങ്ങും ബെറ്റർ സർവീസ് ക്വാളിറ്റിയും നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. സർവീസ് ക്വാളിറ്റി മികച്ചതായിരിക്കും വെൻ കമ്പയർഡ് വിത്ത് പബ്ലിക് സെക്ടർ. അതുപോലെ ഫാസ്റ്റർ ഡിസിഷൻ മേക്കിങ്ങും ആയിരിക്കും. ഗവൺമെന്റ് തലത്തിൽ ഒരു ഡിസിഷൻ എടുക്കണമെങ്കിലുള്ള കാലതാമസം നമുക്കറിയാം, അത്രയും വരില്ല പ്രൈവറ്റ് സെക്ടറിൽ. സോ ഫാസ്റ്റർ ഡിസിഷൻ മേക്കിംഗ് ആയിരിക്കും. ക്ലിയർ ആണോ? എക്സാമ്പിൾസും കൊടുത്തിട്ടുണ്ട്, ഓൾഡ് ജനറേഷനും ന്യൂ ജനറേഷനും. ഓൾഡ് ജനറേഷന് കരൂർ വ്യാസ ബാങ്ക്, സൗത്ത് ഇന്ത്യൻ ബാങ്ക്, സിറ്റി യൂണിയൻ ബാങ്ക് മുതലായവ. ന്യൂ ജനറേഷൻ HDFC, ICICI, ആക്സിസ്, കോട്ടക് മഹീന്ദ്ര ബാങ്ക്, ഇൻഡസിൻഡ് ബാങ്ക്. ഇൻഡസിൻഡ് ബാങ്ക്. ക്ലിയർ ആണോ? ഇവയൊക്കെയാണ് എക്സാമ്പിൾസ്, ഓൾഡ് ജനറേഷൻ ആൻഡ് ന്യൂ ജനറേഷൻ.
ഇത്രയും കാര്യങ്ങളിനകത്ത് ഡൗട്ട് ഉണ്ടോ? ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ടൈപ്പ് ബാങ്കുകളാണ് പബ്ലിക് സെക്ടർ ആൻഡ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ് എന്ന് പറയുന്നത്. ഡൗട്ട് ഉണ്ടോ അതിനകത്ത്? പബ്ലിക് ആൻഡ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ്. ഇല്ലെങ്കിൽ നമുക്ക് ഷെഡ്യൂൾഡ് ബാങ്കിലേക്ക് പോകാം. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ചോദിക്കാം. ഓക്കെ, ചോദിച്ചോളൂ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് ബാങ്ക് ഓഫ് ബംഗാളിന്റെ ഇയർ എത്ര സർ പറഞ്ഞത്? 1809 ആണ് വേറൊരു ബുക്കിൽ കണ്ടത്. നമ്മളെ നോട്ടില് 106 ആണ്. 1806 ബാങ്ക് ഓഫ് ബംഗാളിന്റെ അല്ലേ? ആ 1800 അല്ല 9 അല്ലേ? ഞാനത് നോക്കിയിട്ട് ക്ലാരിഫൈ ചെയ്യാവേ. ഓക്കെ, 9 കണ്ടത്. ഇപ്പൊ പുതിയ ഒരു ഇതില് 9 കണ്ടുണ്ട്. 1809. ഓക്കെ, ബാങ്ക് ഓഫ് ബംഗാൾ അല്ലേ? അതെ, ബാങ്ക് ഓഫ് ബംഗാൾ 1806 കാണിക്കുന്നത്. ഇതില് 6 ഞാൻ വേറൊരു ബുക്കിൽ കണ്ടത്, പുതിയൊരു ബുക്കിൽ കണ്ടത് 1809 അപ്പൊ അത് കൺഫ്യൂഷൻ ആയപ്പോ. ജൂൺ 2, 1806 അതാണ് ബാങ്ക് ഓഫ് ബംഗാൾ കാണിക്കുന്നത്. അതൊരു അത് തന്നെ 1806 ആണ്. പിന്നെ അടുത്ത് കണ്ടേക്കുന്നത് എന്താ? 1809 അല്ലേ? ആ, പ്രസിഡൻസി ബാങ്ക് ആണല്ലോ 3 ബാങ്ക് ഓഫ് ബംഗാള്, ബോംബെ, മദ്രാസ്. സംഭവം ഇത്രയേ ഉള്ളേ. ഇതിന്റെ ആദ്യത്തെ പേര് ബാങ്ക് ഓഫ് കൽക്കട്ട എന്നായിരുന്നു. ഫോം ചെയ്തത് 1806 പിന്നീട് ബാങ്ക് ഓഫ് ബംഗാൾ എന്ന് റീനെയിം ചെയ്തതാണ് 1809. അപ്പൊ നമ്മൾ ഏതാ പഠിക്കേണ്ടി വരിക? ഇത് ഫോം ചെയ്തത് 1806 തന്നെ. സോ ബാങ്ക് അതൊരു പ്രസിഡൻസി ബാങ്ക് ആണ്. അത് ഫോം ചെയ്ത ഇയർ 1806 അത് പിന്നീട് ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടില്ല. ഇറ്റ് ഈസ് എൻ ഓപ്പറേഷൻ. അതിനിടയ്ക്ക് പേര് മാറ്റിയെന്നുള്ളതേ ഉള്ളൂ. സോ 1806 തന്നെ പോകുന്നതായിരിക്കും നല്ലത്. ബാങ്ക് ഓഫ് ബംഗാളായി മാറിയതാണ്, പേര് ജസ്റ്റ് ചേഞ്ച് ചെയ്തു എന്നേ ഉള്ളൂ. 1806 ഓർ 1809 എന്ന് ചോദിക്കുമ്പം അതൊരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പറയാം. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ നോക്കിയിട്ട് പറയാം ഏതാണ് അതിന്റെ ആൻസർ വന്നത്. അതിന്റെ ആൻസർ എത്രയാ? അങ്ങനെയാണെങ്കിൽ അത് ഫോളോ ചെയ്താൽ മതി. അപ്പൊ ബാങ്ക് ഓഫ് ബംഗാൾ എന്ന് പേര് മാറ്റിയ വർഷം വെച്ചിട്ടാണ് അത് പറയുന്നത്. ഓക്കെ ആണോ? ഞാനത് നോട്ടിൽ അപ്ഡേറ്റ് ചെയ്യുന്നതിനെ പറ്റി പറയാവേ. ഓക്കെ, സോ പേര് മാറ്റിയതാണ് 1809. 1806 തൊട്ടേ ആ ബാങ്ക് നിലവിലുള്ള പ്രസിഡൻസി ബാങ്ക്. ഓക്കെ, അത് ക്ലിയർ ആയല്ലോ? ഡൗട്ട് ഇല്ലല്ലോ അതിനകത്ത്? പബ്ലിക് സെക്ടർ ആൻഡ് പ്രൈവറ്റ് സെക്ടർ ബാങ്കിനകത്തും ഡൗട്ട് ഇല്ലെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഷെഡ്യൂൾഡ് ബാങ്കിലേക്ക് പോകാം. ഷെഡ്യൂൾഡ് ബാങ്ക് എന്ന് പറയുമ്പോൾ ബാങ്ക്സ് ദാറ്റ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ സെക്കൻഡ് ഷെഡ്യൂൾ ഓഫ് ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് 1934 അവയാണ് ഷെഡ്യൂൾ ബാങ്ക് എന്ന് വിളിക്കുന്നത്. ക്ലിയർ? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് 1934 രണ്ടാമത്തെ ഷെഡ്യൂളിൽ ഉൾപ്പെട്ടിട്ടുള്ള ബാങ്കുകളാണ് ഷെഡ്യൂൾഡ് ബാങ്ക് എന്ന് വിളിക്കുന്നത്. ഇനി എന്ത് ക്രൈറ്റീരിയയുടെ ബേസിസിലാണ് ഈ സെക്കൻഡ് ഷെഡ്യൂളിൽ ഒരു ബാങ്കിനെ ഇൻക്ലൂഡ് ചെയ്യുന്നത്? ആ ക്രൈറ്റീരിയസ് ആണ് പറയുന്നത്. ഫസ്റ്റ് ക്രൈറ്റീരിയ, മിനിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ആൻഡ് റിസർവ് ഓഫ് 5 lakh. മിനിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ 5 ലക്ഷം വേണം. അതുപോലെ തന്നെ റിസർവ്, ക്ലിയർ, ഇത് രണ്ടും കൂടെ 5 ലക്ഷമെങ്കിലും വേണം. ഓക്കെ ആണോ? മിനിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ആൻഡ് റിസർവ്സ് ഓഫ് 5 lakh. പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ? ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഉണ്ട്. ദ മാക്സിമം എമൗണ്ട് ഓഫ് മണി a particular company can raise by the issue of share. Authorized capital. Authorized മുഴുവൻ ഇഷ്യൂ ചെയ്യത്തില്ല. whatever portion of authorized is issued, it is called issued capital. ഇനി ഇഷ്യൂ ചെയ്തതെല്ലാം ആൾക്കാർ മേടിക്കണമെന്നില്ല. സോ whatever portion of issued capital is purchased is known as subscribed capital. ഈ മേടിച്ചതിന്റെ എല്ലാം പൈസ ഉടനെ കമ്പനി വിളിക്കണമെന്നില്ല. കമ്പനി വിളിക്കുന്നതിനെയാണ് കോൾഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നത്. ക്ലിയർ? ഇനി കോൾ ചെയ്തതെല്ലാം പേ ചെയ്യണമെന്നില്ല. The portion of the called up capital which is actually paid is known as paid up capital. അതാണ് paid up capital എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പൊ കോൾ ചെയ്ത ഷെയറുകളുടെ വാല്യൂവിൽ എത്ര പേ ചെയ്തു. ക്ലിയർ? പ്ലസ് റിസർവ്സ്. റിസർവ് എന്ന് പറയുമ്പോൾ അപ്രോപ്രിയേഷൻ ഫ്രം പ്രോഫിറ്റ്. സോ ഇത് രണ്ടും കൂടെ 5 ലക്ഷം രൂപ മിനിമം ഉണ്ടെങ്കിൽ ഇവിടെ ഇൻക്ലൂഡ് ആവും, സെക്കൻഡ് ഷെഡ്യൂളിലേക്ക് വരും. രണ്ടാമത്തെ പോയിന്റ്, ഓപ്പറേഷൻസ് നോട്ട് ഡെട്രിമെന്റൽ ടു ഡെപ്പോസിറ്റേഴ്സ് ഇൻട്രസ്റ്റ്. ഡെപ്പോസിറ്ററിന്റെ ഇൻട്രസ്റ്റിന് വിരുദ്ധമായിട്ടുള്ള യാതൊരു പ്രവർത്തനവും ചെയ്യാത്ത ഒരു ബാങ്ക്. അതുപോലെ മസ്റ്റ് സാറ്റിസ്ഫൈ RBI's റിക്വയർമെന്റ്. RBI പറയുന്ന റിക്വയർമെന്റ്സും സാറ്റിസ്ഫൈ ചെയ്യണം. സോ ഇതാണ് ക്രൈറ്റീരിയ. ഈ ക്രൈറ്റീരിയ ഫോളോ ചെയ്യുമ്പോൾ
സെക്കൻഡ് ഷെഡ്യൂളിൽ ഉൾപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ ദേ ആർ നോൺ ആസ് ഷെഡ്യൂൾഡ് ബാങ്ക്സ്. ക്ലിയർ ആണോ? ഇനി ടൈപ്പ് ഓഫ് ഷെഡ്യൂൾഡ് ബാങ്ക്സ് എന്ന് പറഞ്ഞാൽ ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഉണ്ട്, ഷെഡ്യൂൾഡ് കോഓപ്പറേറ്റീവ് ബാങ്ക്സ് ഉണ്ട്. ക്ലിയർ ആണോ? ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് എന്ന് പറയുമ്പോൾ പബ്ലിക് സെക്ടേഴ്സ് ബാങ്ക്സ്, പ്രൈവറ്റ് സെക്ടർ, ഫോറിൻ ബാങ്ക്, റീജിയണൽ റൂറൽ ബാങ്ക്, സ്മോൾ ഫിനാൻസ് ബാങ്ക്, പേയ്മെന്റ് ബാങ്ക്സ്, ഇതിനെയൊക്കെ ഇതിനകത്തെ പല ബാങ്കുകളെയും ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന ഗണത്തിൽപ്പെടുത്തുക. കോഓപ്പറേറ്റീവ് ബാങ്കുകളുടെ കേസിൽ അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക്സും സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക്സും ഉണ്ട്. ഇതിനകത്ത് ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യുന്നവയെ ഷെഡ്യൂൾഡ് ബാങ്ക് എന്ന ആ ഒരു ഗണത്തിൽ പെടുത്താം. ഓക്കെ അല്ലെ? സോ അതാണ് ഷെഡ്യൂൾഡ് ബാങ്ക്സ് എന്ന് പറയുന്നത്. സർ, ഫസ്റ്റ് പോയിന്റ് ഒന്നുകൂടെ പറയാവോ? ക്രൈറ്റീരിയ എന്ന് പറയുമ്പോൾ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ആൻഡ് റിസർവ്സ് 5 lakh rupees മിനിമം ഉണ്ടായിരിക്കണം. മിനിമം 5 lakh. അതാണ് ഫസ്റ്റ് ക്രൈറ്റീരിയ പറയുന്നത്. പിന്നെ പറയുന്നത് RBI എന്തൊക്കെ റിക്വയർമെന്റ്സ് പറഞ്ഞിട്ടുണ്ടോ ആ റിക്വയർമെന്റ്സ് കാലാനുസൃതമായി മാറ്റം വരാം. സോ ആ ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡിൽ എന്തൊക്കെ റിക്വയർമെന്റ്സ് ഉണ്ടോ അതെല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏതൊരു ബാങ്കും സെക്കൻഡ് ഷെഡ്യൂളിൽ ഇൻക്ലൂഡഡ് ആകാം. അപ്പൊ RBIയുടെ ഡിസിഷൻ ആണ്. ഫസ്റ്റ് ക്രൈറ്റീരിയ ആണ് ഒരു മിനിമം പെയ്ഡ് അപ്പ് ആൻഡ് റിസർവ് 5 lakh എന്നത് പറയുന്നത്. ക്ലിയർ ആണോ? ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ അതാണ് ഞാൻ പറഞ്ഞത്. പെയ്ഡ് അപ്പ് എന്ന് പറഞ്ഞ ഒരു എക്സാമ്പിൾ പറയാം. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്ന് കേട്ടിട്ടില്ലേ? ഒരു കമ്പനിയുടെ കേസിലെ 2 പ്രധാനപ്പെട്ട ഡോക്യുമെന്റ്സ് ആണ്. ഇതിനകത്ത് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ പഠിച്ചിട്ടുള്ളവരാണ് ഇതിന്റെ ക്യാപിറ്റൽ ക്ലോസ് എന്ന് പറയുന്ന ഒരു ക്ലോസ് പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലെ? ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കമ്പനിക്ക് അല്ലെങ്കിൽ ഏതൊരു ഓർഗനൈസേഷനും പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ഫണ്ട് ആവശ്യമാണ്, പൈസ. ഈ പൈസയെ വിളിക്കുന്ന പേരാണ് ക്യാപിറ്റൽ. ഓണർ കൊണ്ടുവരുന്ന പൈസയെ വിളിക്കുന്ന പേരാ ക്യാപിറ്റൽ അല്ലെ? ഈ ക്യാപിറ്റൽ കമ്പനിയുടെ കേസിൽ ഷെയറുകൾ ഇഷ്യൂ ചെയ്താണ് കമ്പനി കളക്ട് ചെയ്യുന്നത് അല്ലെ? ഷെയർ ഇഷ്യൂ ചെയ്യും, അത് സബ്സ്ക്രൈബ് ചെയ്യും ആൾക്കാര്, അങ്ങനെ കമ്പനിക്ക് പൈസ കിട്ടും. ഒന്നാമത്തെ വാക്ക് അറിഞ്ഞിരിക്കേണ്ടതാണ് ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ. ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം എമൗണ്ട് ദാറ്റ് എ കമ്പനി ക്യാൻ കളക്ട് ബൈ വേ ഓഫ് ഇഷ്യൂ ഓഫ് ഷെയർ. ഷെയർ ഇഷ്യൂ ചെയ്ത് ഒരു കമ്പനിക്ക് എത്രത്തോളം പൈസ സമാഹരിക്കാം. അപ്പൊ കമ്പനി ആദ്യം മനസ്സിലാക്കും എന്റെ ഈ ബിസിനസ് ചെയ്യാൻ എനിക്ക് എത്ര രൂപ വേണം. ഫോർ എക്സാമ്പിൾ 10 crore ആണ് അവർക്ക് വേണ്ടതെന്ന് അവർ എസ്റ്റിമേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ ക്യാപിറ്റൽ ക്ലോസിൽ അവർ ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റലായി 10 കോടി വെക്കും. അപ്പൊ ഷെയർ ഇഷ്യൂ ചെയ്ത് 10 കോടി വരെ മാക്സിമം അവർക്ക് കളക്ട് ചെയ്യാം, പൈസ സ്വരൂപിക്കാം ഷെയർ ഇഷ്യൂ ചെയ്ത്. അതിൽ കൂടുതൽ വേണമെങ്കിൽ വേറെ ഏതെങ്കിലും മാർഗം അവർ തേടണം. അതായത് വേണമെങ്കിൽ ലോൺ എടുക്കാം, കടം മേടിക്കാം, അതൊക്കെ ചെയ്യാം. ഓക്കെ ആണോ? അപ്പൊ ഷെയർ ഇഷ്യൂ ചെയ്ത് മാക്സിമം എത്ര കളക്ട് ചെയ്യാം അതാണ് ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ. അപ്പൊ ഇനി ഷെയർ ഇഷ്യൂ ചെയ്യാൻ പോവാ. ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റലിന്റെ അത്രയും തന്നെ വാല്യൂ ഉള്ള ഷെയർസ് ഇഷ്യൂ ചെയ്യണമെന്ന് ഒരിടത്തും പറയുന്നില്ല. 10 കോടി വരെ മാക്സിമം ലിമിറ്റ് ഇത്രയും ഷെയർ ഇഷ്യൂ ചെയ്ത് കളക്ട് ചെയ്യാം. അവർ ഇപ്പൊ പറയുന്നു നമുക്ക് ഇപ്പൊ ഒരു 5 കോടിയുടെ ആവശ്യമേ സോ അവർ 5 കോടി വിലയുള്ള ഷെയർസെ ഇഷ്യൂ ചെയ്യുന്നുള്ളൂ പബ്ലിക്കിന്. അതിനെ ഇഷ്യൂഡ് ഷെയർ ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നത്. ഓതറൈസ്ഡിന്റെ ഒരു പോർഷൻ അവർ ഇഷ്യൂ ചെയ്യുന്നു, പബ്ലിക്കിന് ശരിക്കും വിൽക്കുന്നു, അതിനെ ഇഷ്യൂഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വിൽക്കുമ്പം എല്ലാം ആൾക്കാർ വന്ന് മേടിക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഓക്കെ ആണോ? നമ്മൾ വിൽക്കാൻ വേണ്ടി 5 കോടിയുടെ ഷെയർ കൊണ്ടുപോയി, അതിനകത്തുനിന്ന് 3 കോടിയുടെ ഷെയറെ 3 കോടി എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു 4.5 കോടിയുടെ ഷെയറെ വിറ്റുപോയുള്ളൂ. ഓക്കെ ആണോ? ഓക്കെ അല്ലെ? 4.5 കോടിയുടെ ഷെയറെ വിറ്റുപോയുള്ളൂ, 50 ലക്ഷത്തിന്റെ ഷെയർ വിറ്റുപോയില്ല. അപ്പൊ ഈ 4.5 കോടിയുടെ ഷെയറിനെ സബ്സ്ക്രൈബ്ഡ് ഷെയർ ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നത്. ഇപ്പൊ ഇഷ്യൂഡ് ഷെയർ ക്യാപിറ്റലിന്റെ എത്ര പോർഷൻ ആൾക്കാർ മേടിച്ചോ അത് സബ്സ്ക്രൈബ്ഡ് ഷെയർ ക്യാപിറ്റൽ. ഇനി ഈ മേടിച്ച 4.5 കോടി രൂപ നമുക്ക് കിട്ടണ്ടേ? ഈ പൈസ ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാണ് കമ്പനി കളക്ട് ചെയ്യുന്നത്. ആപ്ലിക്കേഷനിൽ കുറച്ച് മണി, അലോട്ട്മെന്റിൽ കുറച്ച് മണി, അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് കോൾ, സെക്കൻഡ് കോൾ, ആ രീതിയിൽ കുറെ കോൾസിലാണ് ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാണ് കളക്ട് ചെയ്യുന്നത്. അപ്പൊ എത്ര പോർഷൻ കമ്പനി കളക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു കമ്പനി അത് കോൾ ചെയ്യും. ക്ലിയർ ആണോ? അപ്പൊ 4.5 കോടി രൂപ കമ്പനിക്ക് ഇപ്പൊ കിട്ടണം. കമ്പനി അതിനകത്ത് ആദ്യം ഒരു 2 കോടി രൂപ കളക്ട് ചെയ്യാൻ തീരുമാനിച്ചു ആപ്ലിക്കേഷനിലും അലോട്ട്മെന്റിലുമായിട്ട്. അപ്പൊ കമ്പനി അത് കോൾ ചെയ്തു. ദാറ്റ് ഈസ് കോൾഡ് അപ്പ് ക്യാപിറ്റൽ. 2.5 കോടി രൂപ കോൾഡ് അപ്പ് ക്യാപിറ്റൽ. 4.5 കോടി കിട്ടണം, 2.5 കോടി വിളിച്ചു, കോൾഡ് അപ്പ് ക്യാപിറ്റൽ. 2.5 കോടി വിളിച്ചെന്ന് പറഞ്ഞ ആൾക്കാർ അത്രയും കൊടുക്കണമെന്ന് നിർബന്ധമൊന്നും ഇല്ല. ചില ആൾക്കാരെ പറ്റിയായിരിക്കും, അല്ലെങ്കിൽ ഡിഫോൾട്ട് ചെയ്യും, അവർ ലേറ്റ് പേയ്മെന്റ് ആയിരിക്കും. ഇപ്പൊ 2.5 കോടിയിൽ 1 കോടി രൂപയെ ആൾക്കാർ പേ ചെയ്തുള്ളൂ. ആ 1 crore ആണ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. ക്ലിയർ ആണോ? ഇതിനകത്ത് പറയുന്ന പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ അലോങ് വിത്ത് റിസർവ് 5 lakh എങ്കിലും മിനിമം വേണം എന്നാണ് ഫസ്റ്റ് ക്രൈറ്റീരിയ പറയുന്നത്. ഇപ്പൊ മനസ്സിലായോ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്താണെന്ന്? ക്ലിയർ ആയി. ഓക്കെ, സോ അതാണ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ.
ഓക്കെ, സോ അതാണ് ക്രൈറ്റീരിയാസ് പറയുന്നത്. പിന്നെ RBIയുടെ ഏതൊക്കെ ക്രൈറ്റീരിയ ഉണ്ടോ അതെല്ലാം ഫോളോ ചെയ്യണം. ഡെപ്പോസിറ്ററിന്റെ ഇൻട്രസ്റ്റിലായിരിക്കണം പ്രവർത്തിക്കുന്നത്. അങ്ങനത്തെ ബാങ്കുകളെ ഷെഡ്യൂൾ 2 ഓഫ് RBI ആക്ടിൽ ഇൻക്ലൂഡ് ചെയ്യും. ആൻഡ് ദേ ആർ നോൺ ആസ് ഷെഡ്യൂൾഡ് ബാങ്ക്സ്. അപ്പൊ ഈ പറഞ്ഞ ഗണത്തിലുള്ള ഏതൊരു ബാങ്കും ആ ക്രൈറ്റീരിയ ഓൺ സാറ്റിസ്ഫൈങ് ദ ക്രൈറ്റീരിയ ക്യാൻ ബി കോൾഡ് എ ഷെഡ്യൂൾഡ് ബാങ്ക്. ക്ലിയർ ആണോ? രണ്ട് തരം ഷെഡ്യൂൾഡ് ബാങ്ക്, ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്ക് ആൻഡ് ഷെഡ്യൂൾഡ് കോഓപ്പറേറ്റീവ് ബാങ്ക് ഉണ്ട്. ഓക്കെ അല്ലെ? ഇപ്പം കറന്റ്ലി ഏതൊക്കെയാ ഷെഡ്യൂൾഡ് ബാങ്ക് എന്നുള്ള ലിസ്റ്റ് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, ആഫ്റ്റർ ദ ഇനി ഇതിന്റെ ബെനിഫിറ്റ് നോക്കാം. ബെനിഫിറ്റ് ഓഫ് ബീയിങ് എ ഷെഡ്യൂൾഡ് ബാങ്ക്. ഓക്കെ ആണോ? എലിജിബിൾ ഫോർ ലോൺ ഫ്രം RBI അറ്റ് ബാങ്ക് റേറ്റ്. RBI ബാങ്കുകൾക്ക് ലോൺ കൊടുക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റിനെ വിളിക്കുന്ന പേരാ ബാങ്ക് റേറ്റ്. ആ ബാങ്ക് റേറ്റിൽ ലോൺ കിട്ടാൻ എലിജിബിൾ ആകും. ക്ലിയർ ആണോ? എലിജിബിൾ ഫോർ ലോൺ ഫ്രം RBI അറ്റ് ബാങ്ക് റേറ്റ്. അടുത്തത് ഓട്ടോമാറ്റിക് മെമ്പർഷിപ്പ് ഓഫ് ദി ക്ലിയറിംഗ് ഹൗസ്. ക്ലിയറിംഗ് ഹൗസുകൾ ഓട്ടോമാറ്റിക്കലി ദേ ആർ മെമ്പേഴ്സ്. ഇനി മെമ്പർഷിപ്പ് പ്രൊസീജിയർ ഒന്നും ഇല്ല. ഷെഡ്യൂൾ 2 ഉള്ളതുകൊണ്ട് ദേ ആർ ഓട്ടോമാറ്റിക്കലി മെമ്പേഴ്സ് ഓഫ് ദ ക്ലിയറിംഗ് ഹൗസ്. ക്ലിയറിംഗ് ഹൗസ് എന്ന് പറയുമ്പോൾ പല കാര്യങ്ങൾക്കും ക്ലിയറിംഗ് ഹൗസുകളെ നമ്മൾ സമീപിക്കേണ്ടതായിട്ട് വരും. ഓക്കെ അല്ലെ? ചെക്ക് ക്ലിയറൻസ്, അങ്ങനെ പല കാര്യങ്ങൾ. സോ ഫോർ ഓൾ ദോസ് പർപ്പസ് എന്താ പറയുന്നത്, ദേ ആർ ഓട്ടോമാറ്റിക്കലി മെമ്പേഴ്സ്. പിന്നെ അടുത്തത് ആക്സസ് ടു റീഫൈനാൻസ് ആൻഡ് ലിക്വിഡിറ്റി സപ്പോർട്ട്. അവർക്ക് റീഫൈനാൻസ് അതുപോലെ ലിക്വിഡിറ്റി സപ്പോർട്ട് ഒക്കെ കിട്ടും. ക്ലിയർ ആണോ? സോ കുറച്ചുകൂടെ സെക്യൂർഡ് ആണ് അവർ. ഓക്കെ ആണോ? സോ അതാണ് ഷെഡ്യൂൾഡ് ബാങ്ക് ആകുന്നതിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത്. സോ അതാണ് ഷെഡ്യൂൾഡ് ബാങ്ക് എന്ന ഒരു കാറ്റഗറി. അടുത്തത് ആ ഫോറിൻ ബാങ്ക്. ആ ഒരു പേരിൽ തന്നെ ഉണ്ട് എന്താ ഫോറിൻ ബാങ്ക് എന്ന്. ഇൻകോർപ്പറേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ ബട്ട് ഓപ്പറേറ്റ് ഇൻ ഇന്ത്യ ത്രൂ ഇറ്റ്സ് ബ്രാഞ്ചസ്. ക്ലിയർ ആണോ? അപ്പൊ ഇന്ത്യയിൽ ബ്രാഞ്ചുകളുണ്ട്, പക്ഷെ അവ ഫോം ചെയ്തത് ഇന്ത്യക്ക് വെളിയില. ഇൻകോർപ്പറേറ്റഡ് എന്ന് പറഞ്ഞാൽ ദേ ആർ ഫോംഡ് ആസ് പെർ എ ഫോറിൻ ലോ. ഒരു ഫോറിൻ നിയമപ്രകാരമാണ് അവ ഫോം ചെയ്തത്. അവയ്ക്ക് ഇന്ത്യയിൽ ബ്രാഞ്ചുകൾ ഉണ്ട്. ഈ ബ്രാഞ്ചുകൾ അവ ഫുള്ളി ആ ഒരു കമ്പനി ഓൺ ചെയ്തതായിരിക്കാം, അല്ലെങ്കിൽ ഹോൾലി ഓൺഡ് സബ്സിഡിയറീസിന്റെ ബേസിസിലായിരിക്കാം. ക്ലിയർ ആണോ? ഓക്കെ ആണോ? അവർക്ക് ബ്രാഞ്ചുകൾ കാണാം, അല്ലെങ്കിൽ ഹോൾലി ഓൺഡ് സബ്സിഡിയറീസ് ഉണ്ടാകും. ഓക്കെ ആണോ? ഹോൾലി ഓൺഡ് സബ്സിഡിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി എ, കമ്പനി ബി. കമ്പനി ബിയിൽ എക്ക് 100% ഷെയറും ഹോൾഡ് ചെയ്തു. എ കമ്പനി ബിയിൽ 100% ഷെയറും ഹോൾഡ് ചെയ്താൽ ബി ഈസ് എ ഹോൾലി ഓൺഡ് സബ്സിഡിയറി ഓഫ് എ. എ ഈസ് ദ ഹോൾഡിംഗ് കമ്പനി, ബി ഈസ് ദി ഹോൾലി ഓൺഡ് സബ്സിഡിയറി ഓഫ് എ. ക്ലിയർ ആണോ? അതാണ് ഹോൾലി ഓൺഡ് സബ്സിഡിയറി എന്ന് പറയുന്നത്. ഒരു ഫോറിൻ ബാങ്ക് ഉണ്ട്, അവർക്ക് 100% ഷെയറുമുള്ള ഒരു കമ്പനി. ആ കമ്പനിയിലൂടെ അവർ ഇന്ത്യയിൽ അവരുടെ പ്രസൻസ് വ്യക്തമാക്കുന്നു. സോ ദേ ആർ ഫോറിൻ ബാങ്ക്സ്. ക്ലിയർ? അങ്ങനത്തെ ഒരു ബാങ്ക് ഉണ്ടെങ്കിൽ ഇറ്റ് ഇസ് നോൺ ആസ് ഫോറിൻ ബാങ്ക്. ഓക്കെ ആണോ? ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഓപ്പറേറ്റ് അണ്ടർ ദ റെഗുലേഷൻ ഓഫ് ബോത്ത് ഹോം കൺട്രി ആൻഡ് RBI. അവർ ഏത് രാജ്യത്താണോ ഇൻകോർപ്പറേറ്റഡ് ആയത് ആ കൺട്രിയിലെ ലോയും അവർക്ക് ബാധകമാണ്. ആസ് ദേ ആർ ഓപ്പറേറ്റിംഗ് ഇൻ ഇന്ത്യ, RBIയുടെ റെഗുലേഷൻസും അവർക്ക് ബാധകമാണ്. ക്ലിയർ? രണ്ടാമത്തെ പോയിന്റ്, അഡ്വാൻസ് ബാങ്കിങ് സർവീസസ് ആൻഡ് ഗ്ലോബൽ കണക്ടിവിറ്റി. അവർക്ക് കുറച്ചുകൂടെ മികച്ച ബാങ്കിങ് സർവീസസ് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. ആസ് ദേ ആർ എ ഫോറിൻ ബാങ്ക്, കുറച്ചുകൂടെ ബെറ്റർ ഗ്ലോബൽ കണക്ടിവിറ്റി അവർക്ക് ഉണ്ടാവും. ഓക്കെ ആണോ? ആൻഡ് ഓഫൻ സെർവ് കോർപ്പറേറ്റ് ക്ലയൻസ് ആൻഡ് ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസ്. കോർപ്പറേറ്റ് ക്ലയൻസിനെയും ഹൈ നെറ്റ്വർത്ത് ഉള്ള ഇൻഡിവിജ്വൽസിനെയും ആയിരിക്കും അവർ സെർവ് ചെയ്യുന്നത്. അതാണ് അവരുടെ ഫീച്ചേഴ്സ്. ഇനി എക്സാമ്പിൾസ് നോക്കുമ്പോൾ സിറ്റി ബാങ്ക്, HSBC, സ്റ്റാൻഡേർഡ് ചാർട്ടേർഡ് ബാങ്ക്, ഡച്ച് ബാങ്ക്, ബാർക്ലേസ് ബാങ്ക്. ഓക്കെ ആണോ? സോ ഇത്രയും ബാങ്കുകളാണ് പ്രധാനമായിട്ടും ഉള്ളത്. ഇനി മോഡ് ഓഫ് പ്രസൻസ് ഇൻ ഇന്ത്യ ചോദിക്കുമ്പോൾ ബ്രാഞ്ച് മോഡലിൽ അവർക്ക് എന്ത് ചെയ്യാം? ഇന്ത്യയിൽ അവരുടെ പ്രസൻസ് വ്യക്തമാക്കാം. അതാണ് കോമൺ. അതായത് ഒരു ഫോറിൻ ബാങ്ക് ഒരു ബ്രാഞ്ച് ഇന്ത്യയിൽ തുടങ്ങുന്നു. ഓക്കെ ആണോ? അതാണ് ബ്രാഞ്ചിലൂടെയുള്ള പ്രസൻസ്. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? അവർക്ക് അവരുടെ ഹോൾലി ഓൺഡ് സബ്സിഡിയറീസിലൂടെ അവർക്ക് ഇന്ത്യയിൽ അവരുടെ പ്രസൻസ് വ്യക്തമാക്കാം. DSB ബാങ്ക് ഇന്ത്യ. ക്ലിയർ ആണോ? DSB ബാങ്ക് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഫോറിൻ ബാങ്കിന്റെ ഹോൾലി ഓൺ സബ്സിഡിയറിയാണ്. ദേ ആർ ഓപ്പറേറ്റിംഗ് ഇൻ ഇന്ത്യ. സോ ആ മോഡൽ ഹോൾലി ഓൺ സബ്സിഡിയറി മോഡൽ. അതാണ് ബ്രാഞ്ച് മോഡൽ ആൻഡ് ഹോൾലി ഓൺ സബ്സിഡിയറി മോഡൽ. ഇനി ഇവയുടെ റോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രിങ്സ് ഇന്റർനാഷണൽ ബാങ്കിങ് പ്രാക്ടീസസ്. ഇന്റർനാഷണൽ ബാങ്കിങ് പ്രാക്ടീസസും കൂടെ ഇങ്ങോട്ടേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഫെസിലിറ്റേറ്റ് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ട്രേഡ് ഫൈനാൻസ്. ട്രേഡ് ഫൈനാൻസ് നൽകുന്നു, എക്സ്പെഷ്യലി എക്സ്പോർട്ട് ട്രേഡിനും ഇമ്പോർട്ട് ട്രേഡിനും വേണ്ടുന്ന ഫൈനാൻസ്. മെർച്ചന്റ് ബാങ്കുകളായിട്ട് പ്രവർത്തിക്കുന്നു. ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്സും ഫോറിൻ മാർക്കറ്റുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനും ഹെൽപ്പ് ചെയ്യുന്നു. ക്ലിയർ?
ഇവയ്ക്ക് റൂറൽ ആൻഡ് സെമി അർബൻ ഏരിയയിൽ ലിമിറ്റഡ് പ്രസൻസ് ടു നിൽ എന്ന് വേണമെങ്കിൽ പറയാം. വളരെ ചെറിയ പ്രസൻസ് മാത്രമേ അവർക്ക് റൂറൽ ആൻഡ് സെമി അർബൻ ഏരിയാസിൽ ഉള്ളൂ. കാരണം അവർ ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസിനെയാണ് സെർവ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? സോ അതാണ് ഇവയുടെ റോൾസ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇതുവരെ എത്ര ടൈപ്പ് ഓഫ് ബാങ്കുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു? പബ്ലിക് സെക്ടർ ബാങ്കുകൾ, പ്രൈവറ്റ് സെക്ടർ ബാങ്കുകൾ, ഷെഡ്യൂൾഡ് ബാങ്കുകൾ, ഫോറിൻ ബാങ്ക്സ്. 4 തരം പ്രധാനപ്പെട്ട ബാങ്കുകൾ ആസ് പെർ യുവർ സിലബസ് ഡിസ്കസ് ചെയ്തു. ഓക്കെ അല്ലെ? ഇനി ഏറ്റവും അവസാനമുള്ളതാണ് ന്യൂ ജനറേഷൻ ബാങ്കുകൾ. ന്യൂ ജനറേഷൻ ബാങ്ക് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. പ്രൈവറ്റ് സെക്ടർ ബാങ്കിനെ രണ്ടായിട്ട് തിരിക്കാം, ഓൾഡ് ജനറേഷൻ ആൻഡ് ന്യൂ ജനറേഷൻ. ഈ ന്യൂ ജനറേഷൻ ബാങ്ക് ഈസ് എ പ്രൈവറ്റ് സെക്ടർ ബാങ്ക് which is established after 1991. 1991 ശേഷം എസ്റ്റാബ്ലിഷ് ചെയ്ത പ്രൈവറ്റ് സെക്ടർ ബാങ്ക്, അതിനെയാണ് ന്യൂ ജനറേഷൻ ബാങ്ക് എന്ന് വിളിക്കുന്നത്. പോസ്റ്റ് ലിബറലൈസേഷൻ ഇറ, അതായത് ലിബറലൈസേഷന് ശേഷമുള്ള കാലഘട്ടം, ആ സമയത്ത് രൂപീകൃതമായിട്ടുള്ള ബാങ്കുകൾ പ്രൈവറ്റ് സെക്ടർ ബാങ്ക്. അവ മോഡേൺ ടെക്നോളജി ഉപയോഗിക്കുന്നു, കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഓപ്പറേഷൻ അവർക്കുണ്ട്. ഇതിന്റെ പ്രത്യേകതകൾ ടെക്നോളജി ഫോക്കസ്ഡ് ആണ്. നെറ്റ് ബാങ്കിങ്, മൊബൈൽ ബാങ്കിങ്, ഡിജിറ്റൽ വാലറ്റ്സ് മുതലായിട്ടുള്ള നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തുന്നു. പിന്നെ ഇന്നോവേറ്റീവ് സർവീസസ്, ഇൻസ്റ്റന്റ് ലോൺ, ചാറ്റ് ബോട്ടുകൾ, പേപ്പർലെസ് KYC, നോ യുവർ കസ്റ്റമർ, അതാണ് KYC, നോ യുവർ കസ്റ്റമർ. സോ ഈ സർവീസസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നു. സോ കുറച്ചുകൂടെ അഡ്വാൻസ് ടെക്നോളജി യൂസ് ചെയ്യുന്നു, അതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ടാർഗറ്റഡ് മാർക്കറ്റിംഗ് ടു അർബൻ ആൻഡ് ടെക് സാവി യൂത്ത്. അപ്പൊ ടെക്നോളജിയുമായിട്ട് കുറച്ചുകൂടെ പരിചയമുള്ള ആൾക്കാരിലേക്കാണ് ഇവർ ഫോക്കസ് ചെയ്യുന്നത്. അർബൻ ഏരിയയിലാണ് ഇവരുടെ പ്രവർത്തനം കൂടുതലായിട്ടും ഉള്ളത്. അവരുടെ കസ്റ്റമർ സർവീസ് കുറച്ചുകൂടെ മികച്ചതായിരിക്കും. അതുപോലെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റ് പ്രൊവൈഡ് ചെയ്യും. 24/7 സർവീസും അവർ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ ആണോ? സോ ഇത്രയും രീതിയിലുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഒരു ന്യൂ ജനറേഷൻ ബാങ്കിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾസ്: HDFC ബാങ്ക്, ICICI, ആക്സിസ് ബാങ്ക്, കോട്ടക് മഹീന്ദ്ര, യെസ് ബാങ്ക്, ഇൻഡസിൻഡ് ബാങ്ക്, എക്സെട്ര. ഓക്കെ ആണോ? ഇതൊക്കെയാണ് ന്യൂ ജനറേഷൻ ബാങ്കുകൾ എന്ന് പറയുന്നത്. ഇനി ബാങ്കിങ് സെക്ടറിൽ ഇവിടെ റോൾ എന്ന് പറയുമ്പോൾ പ്രൊമോട്ട് ഡിജിറ്റൽ ബാങ്ക് ഇൻ ഇന്ത്യ. ഇന്നത്തെ കാലത്തും ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഡിജിറ്റൽ ബാങ്കിങ്. ഓൾമോസ്റ്റ് ഇപ്പം എല്ലാ ബാങ്കുകളും ഡിജിറ്റൽ ബാങ്കിങ്ങിലേക്ക് മാറിയിട്ടുണ്ട്. ഓക്കെ അല്ലേ? സോ ഡിജിറ്റൽ ബാങ്കിനെ പ്രൊമോട്ട് ചെയ്യുന്നതിൽ ന്യൂ ജനറേഷൻ ബാങ്കുകൾക്ക് വലിയ പങ്കുണ്ടായിരുന്നു. എൻകറേജ് കോമ്പറ്റീഷൻ, ഇന്നോവേഷൻ. എപ്പോഴും കോമ്പറ്റീഷൻ ഉണ്ടാവുമ്പോൾ മാത്രമേ ഇന്നോവേഷൻ വരത്തുള്ളൂ, എന്നാൽ മാത്രമേ കോമ്പറ്റീറ്റീവ് എഡ്ജ് ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് ഇന്നോവേഷനെ ഫോസ്റ്റർ ചെയ്യുന്ന ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ ഈ ന്യൂ ജനറേഷൻ ബാങ്കുകൾക്ക് സാധിച്ചു. ആൻഡ് ഇംപ്രൂവ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആൻഡ് ബാങ്കിങ് ആക്സസ്. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഇംപ്രൂവ് ചെയ്തു, കാരണം ഹൈ ക്വാളിറ്റി സർവീസ്, ഫ്ലെക്സിബിൾ സർവീസ്. ക്ലിയർ? അപ്പൊ ഈ ഒരു ഡിജിറ്റൽ ബാങ്കിങ്ങിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആണ് ഇറ്റ് ഇസ് ഫ്ലെക്സിബിൾ. നമുക്ക് എവിടെ നിന്നും ഏത് രീതിയിലും ഏത് സമയത്തും ഓപ്പറേറ്റ് ചെയ്യാം ഇഫ് യു ഹാവ് എൻ ഇന്റർനെറ്റ് കണക്ഷൻ. അതുപോലെ ബാങ്കിങ് ആക്സസ് കുറച്ചുകൂടെ എളുപ്പമായി. നമുക്ക് ബാങ്കിൽ നേരത്തെ പോകണമെങ്കിൽ ബ്രാഞ്ചിൽ പോയി ക്യൂ നിന്ന് ചെയ്യേണ്ട പല കാര്യങ്ങളും നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണോ അല്ലെങ്കിൽ ലാപ്ടോപ്പ് യൂസ് ചെയ്തുകൊണ്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ ആണോ? സോ അതാണ് ഈ ഒരു എന്താ പറയുന്നത് ന്യൂ ജനറേഷൻ ബാങ്കിന്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ജസ്റ്റ് ഒരു കമ്പാരിറ്റീവ് സ്റ്റഡിയാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. ടൈപ്പ് ഓഫ് ബാങ്കുകളിൽ പബ്ലിക് സെക്ടർ ബാങ്കിന്റെ ഓണർ എന്ന് പറയുന്ന ഗവൺമെന്റ് ആണ്, ബിക്കോസ് മെജോറിറ്റി സ്റ്റേക്ക് ഇസ് ഹെൽഡ് ബൈ ദ ഗവൺമെന്റ്. ടെക്നോളജി യൂസ് എന്ന് പറയുമ്പോൾ മോഡറേറ്റ് ടെക്നോളജി യൂസ് ആണ് അവിടെ വരുന്നത്. റെഗുലേഷൻ RBI ആൻഡ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ റെഗുലേഷൻസ് ആണ് അവർ ഫോളോ ചെയ്യുക. അവരുടെ ഫോക്കസ് ഏരിയ എപ്പോഴും വെൽഫെയർ ആയിരിക്കും, പബ്ലിക് വെൽഫെയർ. അവർ മെയിൻലി റൂറൽ ഏരിയയിലായിരിക്കും അവരുടെ പ്രവർത്തന മേഖല ആയിട്ട് തിരഞ്ഞെടുക്കുക. ഓക്കെ ആണോ? അവരുടെ ഏറ്റവും കൂടുതൽ പ്രസൻസ് റൂറൽ ഏരിയയിൽ ഉണ്ടായിരിക്കും. പ്രൈവറ്റ് സെക്ടർ ബാങ്കിലേക്ക് വരുമ്പോൾ ഓണർഷിപ്പ് പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിന് അല്ലെങ്കിൽ പ്രൈവറ്റ് ഫേംസിനായിരിക്കും, കോർപ്പറേറ്റുകൾക്കായിരിക്കും. അവരുടെ ടെക്നോളജി യൂസ് കുറച്ചുകൂടെ മികച്ചതായിരിക്കും. ഓക്കെ ആണോ? റെഗുലേഷൻ RBI റെഗുലേറ്റഡ് ആയിരിക്കും. അവരുടെ ഫോക്കസ് മെയിൻലി പ്രോഫിറ്റും കസ്റ്റമർ സർവീസും ആയിരിക്കും. ഷെഡ്യൂൾഡ് ബാങ്കുകളുടെ ഓണർഷിപ്പ് എന്ന് പറയുന്നത് പല രീതിയിൽ വരാം. കാരണം ഷെഡ്യൂൾഡ് ബാങ്ക് ക്യാൻ എയ്തർ ബി പബ്ലിക് സെക്ടർ ബാങ്ക്, പ്രൈവറ്റ് സെക്ടർ ബാങ്ക്, എക്സെട്ര, കോപ്പറേറ്റീവ് ബാങ്ക്, എക്സെട്ര. സോ അവരുടെ ഓണർഷിപ്പ് ഏത് രീതിയിലും വരാം. ടെക്നോളജി അതിനനുസരിച്ച് വേരി ചെയ്യും. റെഗുലേഷൻ RBI റെഗുലേഷൻസ് ആ ഫോളോ ചെയ്യുന്നത്. ഫോക്കസ് ഏരിയ ബാങ്കിന്റെ ടൈപ്പ് അനുസരിച്ച്. If a scheduled bank is a public sector bank, its focus will be on public welfare. And if it is a private sector bank, focus will be on profit. ക്ലിയർ ആണോ? ഫോറിൻ ബാങ്കിലേക്ക് വരുമ്പോൾ ഓണർഷിപ്പ് ഒരു ഫോറിൻ എൻറ്റിറ്റിക്ക് ആയിരിക്കും. ടെക്നോളജി യൂസ് വളരെ ഹൈ ആയിരിക്കും. റെഗുലേറ്റഡ് ബൈ RBI ആൻഡ് ദി ഹോം കൺട്രി. ക്ലിയർ? ആൻഡ് ഫോക്കസ് ഏരിയ ട്രേഡ് ഹൈ എൻഡ് ക്ലയൻസ്. ക്ലിയർ? ട്രേഡ് മീൻസ് എക്സ്പോർട്ട് ഇമ്പോർട്ട് ട്രേഡ്. അതുപോലെ ഹൈ എൻഡ് ക്ലയൻസ് അവയായിരിക്കും ഇവിടെ ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഡൗട്ട് ഉണ്ടോ അതിനകത്ത്? പിന്നെ ന്യൂജൻ ബാങ്ക് ഉണ്ട്, അത് പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ് ആണ്.
which were formed after the liberalization attempts of 1991. Clear? Our technology is very high ആണ്, regulated by RBI. ഡിജിറ്റൽ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. ബാങ്കിങ്ങിൽ ഡിജിറ്റലൈസേഷൻ കൊണ്ടുവരിക, കൺവീനിയൻസ് കൊണ്ടുവരിക, ബെറ്റർ കസ്റ്റമർ സർവീസ് കൊണ്ടുവരിക. സോ ഇതാണ് ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബാങ്ക്സ്. ഓക്കെ ആണോ? ഡൗട്ട് ഉണ്ടോ അതിനകത്ത്? എന്തെങ്കിലും കാര്യം ഒന്നുകൂടെ പറയേണ്ടതായിട്ട് ഉണ്ടോ? അടുത്ത ടോപ്പിക്കിലേക്ക് പോട്ടെ. അപ്പൊ പ്രധാനമായിട്ടും 5 ടൈപ്പ് ബാങ്കുകൾ: പബ്ലിക് സെക്ടർ, പ്രൈവറ്റ് സെക്ടർ, ഷെഡ്യൂൾഡ് ബാങ്ക്, പിന്നെന്താണ് ഫോറിൻ ബാങ്ക്, ന്യൂ ജനറേഷൻ ബാങ്ക്. ഓക്കെ അല്ലേ? ഓക്കെ. അടുത്തത് നോക്കാൻ പോകുന്നത് ഈ ബാങ്കിങ് സെക്ടറിൽ ഉണ്ടായിട്ടുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള മാറ്റങ്ങൾ അല്ലെങ്കിൽ റിഫോംസ് ആണ് നോക്കാനായിട്ട് പോകുന്നത്. ഈ റിഫോംസ് പറയുന്നതൊക്കെ പ്രധാനമായിട്ടും 1991 ശേഷം ഉണ്ടായ റിഫോംസ് ആണ്. ഓക്കെ ആണോ? ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇ ബാങ്കിങ് എന്ന് പറയുന്നത്. ഇ ബാങ്കിങ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് ബാങ്കിങ്, അതാണ് ഇ ബാങ്കിങ്. ഇ ബാങ്കിങ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ: ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട് ബാങ്കിങ് സേവനങ്ങൾ നൽകുന്നു. അതിനെയാ ഇ ബാങ്കിങ് എന്ന് വിളിക്കുന്നത്. ATMകൾ, ഇന്റർനെറ്റ്, മൊബൈല്, ടെലിഫോൺ ഒക്കെ യൂസ് ചെയ്യുന്നു. ക്ലിയർ? എന്തിനു വേണ്ടി? ബാങ്കിങ് ട്രാൻസാക്ഷൻസ് നടത്തുന്നതിന് വേണ്ടി. എന്തിന് പകരം? ബ്രാഞ്ചിൽ ഫിസിക്കലി വിസിറ്റ് ചെയ്യുന്നതിന് പകരം. ക്ലിയർ ആണോ? ഇതിനെയാ ഇ ബാങ്കിങ് എന്ന് വിളിക്കുന്നത്. ഓക്കെ അല്ലേ? ഇവർ ഓഫർ ചെയ്യുന്ന സർവീസസ് എന്തൊക്കെയായിരിക്കും? ഫണ്ട് ട്രാൻസ്ഫർ, ബിൽ പേയ്മെന്റ്, അക്കൗണ്ട് ബാലൻസ് ഇൻക്വയറി, നമ്മുടെ അക്കൗണ്ടിൽ എത്ര ബാലൻസ് ഉണ്ടെന്ന് എൻക്വയറി ചെയ്യാൻ, ചെക്ക് ബുക്ക് റിക്വസ്റ്റുകൾ, അതുപോലെ തന്നെ ലോൺ ആപ്ലിക്കേഷൻ. ഇവയൊക്കെ ബാങ്ക് ബ്രാഞ്ചിൽ നേരിട്ട് പോകാതെ വി ക്യാൻ വാട്ട് എക്സിക്യൂട്ട്. ക്ലിയർ ആണോ? ത്രൂ ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോം. അതിനെയാണ് ഇ ബാങ്കിങ് എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണോ? ഇനി ടൈപ്സ് എന്ന് പറയുമ്പോൾ ഇ ബാങ്കിങ്ങിന്റെ ടൈപ്പുകളാണ്: ഇന്റർനെറ്റ് ബാങ്കിങ് ഉണ്ട്, മൊബൈൽ ബാങ്കിങ്, ATM ബാങ്കിങ്, SMS ബാങ്കിങ്, ഫോൺ ബാങ്കിങ് എക്സെട്ര. ഓക്കെ അല്ലേ? അഡ്വാൻറ്റേജുകൾ: 24 മണിക്കൂറും ആക്സസിബിലിറ്റി ഉണ്ട്, അവൈലബിൾ ആണ്. ഇവ വളരെ കൺവീനിയന്റ് ആണ്. അതുപോലെ തന്നെ ട്രാൻസാക്ഷൻസ് വളരെ എളുപ്പം ചെയ്യാനായിട്ട് സാധിക്കും. സ്പീഡ് ഉണ്ട്. പേപ്പർ വർക്ക് റെഡ്യൂസ് ചെയ്യും, അതുകൊണ്ട് എക്കോ ഫ്രണ്ട്ലി ആണ്. അതുപോലെ തന്നെ ഹ്യൂമൻ ഇറേഴ്സ് അവിടെ കുറവായിരിക്കും, കാരണം മെഷീൻസ് ആണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഇത് ബാങ്കുകളെ സംബന്ധിച്ച് കോസ്റ്റ് എഫക്റ്റീവാണ്, കാരണം അത്രയും സാലറി കൊടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആ മെഷീൻസിന്റെ സിസ്റ്റത്തിന്റെ മെയിൻ്റനൻസ് മാത്രം നോക്കിയാൽ മതി. ക്ലിയർ ആണോ? സോ കോസ്റ്റ് എഫക്റ്റീവ് ആണ്, സ്റ്റാഫിനെ കുറയ്ക്കാം. ഇതാണ് എന്തിന്റെ അഡ്വാൻറ്റേജ്? ഇ ബാങ്കിങ്ങിന്റെ അഡ്വാൻറ്റേജ്.